ബിഗ് ബോസിന്റെ ഈ സീസണിൽ ആരുടെയോ ശാപം പോലെയാണ് ഒരുപാട് കൊഴിഞ്ഞു പോക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ 6 പേരാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. 6 പേരെന്ന് പറയുമ്പം 5 പേരുടെ പോക്ക് ഉറപ്പായിരിക്കുകയാണ്. ആറാമത്തെ ആളുടെ പോക്ക് ഉറപ്പായിട്ടില്ല എങ്കിൽ പോലും ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിലൊരു വക്കത്ത് നിൽക്കുകയാണ്. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 17 16ാമത്തെ ദിവസമാണ്. 15 കണ്ടസ്റ്റന്റുകളോടുകൂടിയാണ് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നീട് അത് 14 ആവുകയായിരുന്നു ആ വീട്ടിൽ. കൊഴിഞ്ഞുപോക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. സിജോയ്ക്ക് സർജറി പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. കാരണം റോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പല്ലിനും താടിയെല്ലിനും ഒക്കെ സിജോക്ക് പരിക്ക് പറ്റുകയുണ്ടായി. ഈ ഒരു ജോ ലൈൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പെട്ടെന്ന് ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു സിജോയെ വിളിച്ചിട്ട് സർജറിയുടെ കാര്യം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ബിഗ് ബോസ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പോൾ തന്നെ സിജോയുടെ മുഖത്ത് ആകെ ഒരു അമ്പരപ്പും വിഷമവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു സിജോ. കാരണം സിജോയെ സംബന്ധിച്ച് ഈ ഒരു ചാൻസ് സിജോയ്ക്ക് മിസ്സാകുമോ എന്നുള്ളത് നല്ല രീതിയിലുള്ള ഒരു വിഷമമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം റോക്കി സ്വന്തമായിട്ട് തൻ്റെ ആ ഒരു ചാൻസ് മിസ് ചെയ്തു. പക്ഷേ സിജോ തൻ്റേതല്ലാത്ത കാരണത്താലാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. പ്രോട്ടോകോള് സിജോയ്ക്ക് വേണ്ടി മാറ്റുമോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ്. കാരണം ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഒരു ദിവസത്തിലധികം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ അയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും എന്നുള്ളതാണ് ഒരു പ്രോട്ടോകോൾ വരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ തൻ്റേതല്ലാത്ത കാരണത്താൽ സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് സിജോയ്ക്ക് വേണ്ടി ഇനി ഒരു പ്രോട്ടോകോളിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുമോ എന്നുള്ളത് സംശയമുണ്ട്. പുറത്ത് വ്യൂവേഴ്സ് ശക്തമായിട്ടുള്ള രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. റോക്കിയുടെ ഈ ഒരു ആക്ഷനെ സംബന്ധിച്ചും റോക്കിക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് എന്തേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടും, കാരണം റോക്കിക്ക് മിസ്സായതുപോലെ തന്നെ സിജോയും ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ആയിട്ട് ആ വീട്ടിലേക്ക് വന്നതാണ്. അയാളുടെയും ആ ഒരു ചാൻസ് മിസ്സായി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വ്യൂവേഴ്സ് നല്ല രീതിയിലുള്ള എതിർപ്പുകളും കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്തും റോക്കി ചെയ്ത ആ ഒരു പഞ്ചിങ് സീനിന്റെ വിഷ്വൽസ് എടുത്തിട്ടിട്ട് മാസായിട്ടുള്ള BGM ഒക്കെ കയറ്റി ആ ഒരു മാസ് റീലുകളും ഷോർട്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മോശമാണെന്ന് തന്നെയാണ് വ്യൂവേഴ്സ് പറയുന്നത്. കാരണം സിജോയ്ക്ക് ഇപ്പോൾ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് റോക്കി കാരണം മാത്രമാണ്. സിജോയെ എത്രത്തോളം റോക്കിയെ പ്രൊവോക്ക് ചെയ്തു എന്നുള്ളതിൽ അവിടെ ഒരു മാറ്റർ അല്ല. കാരണം ഇത് ബിഗ് ബോസ് ഹൗസാണ്, ബിഗ് ബോസ് ഗെയിമാണ്. ബിഗ് ബോസ് ഗെയിം ഇങ്ങനെ തന്നെയാണ് അത് കളിക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ ഇന്നലത്തെ എപ്പിസോഡിൽ സർജറിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും സിജോ പുറത്തായിരിക്കുകയാണ്. പുറത്തായി എന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്കാണ് സിജോ പോയിട്ടുള്ളത്. ഗെയിമിൽ നിന്നും പുറത്തായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വീട്ടിൽ നിന്നും സിജോ പുറത്തായിരിക്കുകയാണ്. കൂടാതെ ഇന്നലത്തെ എപ്പിസോഡിൽ അവർക്ക് പുതുതായിട്ടുള്ള ഒരു പവർ ടീമിനെ നിയമിക്കാനായിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ കഴിഞ്ഞ ഒരു 2 ദിവസത്തിനിടയ്ക്ക് എല്ലാവർക്കും മാനസികമായിട്ടുള്ള നല്ല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകുന്നുണ്ട്. റോക്കിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സിജോയുടെ ആരോഗ്യനിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എല്ലാവരും അപ്സെറ്റ് ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും ഒന്ന് കൂളാവാനുള്ള ഒരു ഇതെന്നുള്ള രീതിയിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളൊക്കെ തന്നെയാണ് ആ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വീട്ടിൽ കൂർക്കം വലിയ പ്രശ്നമാകുമ്പോൾ കുറേയധികം പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ആദ്യത്തെ പവർ ടീം ജാസ്മിനും ഗബ്രിയും അടങ്ങുന്ന ആ ഒരു ടീമിൽ അവരുടെ ആ ഒരു കൂർക്കം വലിയെ ചൊല്ലിയിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയും, പക്ഷെ അതിന് മറ്റൊരു തലത്തിലേക്ക് ശ്രീരേഖ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എത്തിക്കുകയും ഗബ്രിയെയും ജാസ്മിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ആഴ്ച വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ജിൻഡോ രണ്ടാമത്തെ ആഴ്ച എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുകയും എല്ലാവരിലേക്കും ഒരു അക്സെപ്റ്റൻസ് നേടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ജിൻഡോ. പക്ഷേ ഈ ഒരാഴ്ചയിൽ ഇപ്പോൾ ഇത് 2ാമത്തെ ദിവസമായപ്പോൾ തന്നെ ജിൻഡോ വളരെ മോശമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നേടിക്കൊണ്ടിരിക്കുകയാണ്. അധികാരം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള ഒരു ദുഷ്ടത്തരമൊക്കെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് വ്യൂവേഴ്സ് പറയുന്നത്. അവരുടെ ഒരു വ്യൂ പോയിന്റ് വരുന്നത് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ് ജിൻഡോ എന്നുള്ള ഒരു ഫീല് മിക്കവർക്കും തന്നെ വരുന്നുണ്ട്. ഈ അധികാര ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്
ജിൻഡോ വളരെയധികം ഈ ഒരു 2 ദിവസത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നോറയെ വല്ലാണ്ടങ്ങ് അടിച്ചമർത്തുന്ന പോലത്തെ ഒരു ഫീല് കാണുന്നവർക്ക്, ലൈവ് കാണുന്നവർക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നോറ ആ വീട്ടിൽ കുറച്ച് വീക്കാണ്, അല്ലെങ്കിൽ നോറയെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ബെഞ്ച് മാർക്ക് ജിൻഡോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് ജയിക്കാനോ ഒരു പ്രശ്നമുണ്ടാക്കാനോ ജിൻഡോയ്ക്ക് പറ്റില്ല. പക്ഷെ നോറയെ കൊണ്ട് ജിൻഡോയ്ക്ക് അത് പറ്റും എന്നുള്ളൊരു തോന്നൽ ജിൻഡോയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. നിന്റെ സൗണ്ട് ഇവിടെ പൊങ്ങണ്ട എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിന്റെ ഇടയിൽ ജിൻഡോ പറയുന്നുണ്ട്. അത് വളരെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് തോന്നി. കാരണം അയാളവിടെ അയാളുടെ ഗെയിം കളിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരാളുടെ ഗെയിമിൽ കയറി ഇടപെടാനുള്ളൊരു സാഹചര്യം ആർക്കും അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. പവർ റൂം ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ ചലഞ്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാക്ക് മാറ്റി പിടിച്ച ഋഷി അവിടെ ഒരു വേറൊരു ഗെയിം പിടിക്കാനായിട്ട് നോക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ ആ ഒരു ഇതിൽ ഋഷി വിചാരിച്ച ആ ഒരു സ്ട്രാറ്റജി അവിടെ പൊളിയുകയാണ് ഉണ്ടായത്. അവിടെ ബാക്കിയുള്ളവർ സ്കോർ ചെയ്തു, ഋഷിക്ക് ഒരു ഇതും കിട്ടാതെ ഉള്ളൊരു രീതിയിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അവരവിടെ റോക്കിയുടെ ഗെയിമിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ ഋഷിയും അർജുനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റോക്കിയുടെ ഗെയിം ഇതായിരുന്നില്ല. റോക്കി കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ കുറച്ചും കൂടെ ഒറ്റബുദ്ധി പോലെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ സിജോ വീട്ടിൽ നിന്നും താൽക്കാലികമായി പുറത്തു പോയത് കൊണ്ട് താൽക്കാലികമായിട്ട് ആ ഒരു അന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഏറ്റവും മൂന്നാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അൻസിബയെ താൽക്കാലികമായിട്ടുള്ള ഒരു ക്യാപ്റ്റനാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ആ ഒരു കാര്യമൊക്കെ അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ അൻസിബയുടെയൊക്കെ ഉള്ളിലെ ആ ഒരു ഗെയിം പക്കായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ആദ്യത്തെ 2 ആഴ്ചകളിൽ അൻസിബ അത് പുറത്ത് കാണിച്ചിട്ടില്ല. എല്ലാവരുടെ ഉള്ളിലും അൻസിബ ഒരു നന്മമരമായിട്ട് ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോഴത് മാറി വരുന്നുണ്ട്. അൻസിബയുടെ ഉള്ളിലെ ക്രൂക്കഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഗെയിമർ പുറത്തേക്ക് വരുന്നുണ്ട്. നല്ലൊരു ഗെയിം ആയി തീരട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ. പിന്നെ ജിൻഡോയും നോറയും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അവസാനമായിട്ട് നോറ ആ ഒരു എപ്പിസോഡിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ജിൻഡോ ഒരുപാട് മാറി. ജിൻഡോ ഇപ്പം ചില സമയത്ത് റെമോ ആയിട്ടും ചില സമയത്ത് അമ്പിയായിട്ടും ചിലപ്പോൾ അന്യനുമൊക്കെ ആയിട്ടാണ് ജിൻഡോ ഇതാക്കുന്നത്. ജിൻഡോ ആയിട്ടല്ല നിൽക്കുന്നത്, പലതരത്തിലുള്ള പേഴ്സണാലിറ്റികളാണ് ജിൻഡോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും നോറ പറയുകയുണ്ടായി. എന്തായാലും സിജോയുടെ ഒരു ആരോഗ്യനില മെച്ചപ്പെട്ട് സിജോ തിരിച്ചു വരുമെന്ന് ആ വീട്ടിലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നു. അവർക്ക് ആർക്കും അറിയില്ല, ഇങ്ങനൊരു സർജറിയുടെയും കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാവരും ജിൻഡോയെ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ആരും ജിൻഡോ ഇത്ര ദിവസത്തേക്ക് പുറത്തു പോയതാണെന്നൊന്നും വിശ്വസിച്ചിട്ടില്ല.